ബാലറ്റ് പേപ്പറും മഷിയും വീണ്ടും വിപ്ലവം രചിക്കുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ വോട്ടിംഗ് മെഷീനുകൾക്ക് നൽകാൻ കഴിയാത്ത വ്യക്തമായൊരു ജനവിധി പഴയ ബാലറ്റ് പേപ്പറിലൂടെ പുറത്തു വരുമ്പോൾ അത് രാജ്യത്തെ വലിയൊരു രാഷ്ട്രീയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് നടത്തിയാൽ BJPയുടെ തന്ത്രങ്ങൾ പാളുമെന്നും കോൺഗ്രസ് കരുത്ത് കാട്ടുമെന്നും മുൻപ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉയർത്തിയ വെല്ലുവിളി വെറുതെയല്ലെന്ന കാലം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എന്തുകൊണ്ടാണ് ബാലറ്റ് പേപ്പറിനെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസത്തെ പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ തെലങ്കാനയും ഇതാ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ വിരലിലെ മഷി ബാലറ്റ് പേപ്പറിൽ പതിപ്പിച്ചപ്പോൾ തെലങ്കാനയിൽ ആഞ്ഞടിച്ചത് കോൺഗ്രസിന്റെ വൻ തരംഗമാണ്. 60% പഞ്ചായത്തുകൾ തൂത്തുവാരി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അജയ്യരായി മുന്നേറുകയാണ്. വോട്ടിംഗ് മെഷീനുകളിലെ കൃത്യതയെക്കുറിച്ച് രാജ്യവ്യാപകമായി സംശയങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ബാലറ്റിലൂടെ നേടിയ ഈ ഉജ്ജ്വല വിജയം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്തായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 2023 ഡിസംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും പ്രതിപക്ഷത്തു നിന്നുള്ള MLA-മാരുടെ കൂട്ടത്തോടെയുള്ള വരവും കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. നിയമസഭയിലെ നേരിയ ഭൂരിപക്ഷം സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നവർക്കുള്ള മറുപടിയാണ് ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഈ ബാലറ്റ് വിപ്ലവം. ജില്ലകൾ തിരിച്ചുള്ള കോൺഗ്രസിന്റെ വിജയത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഗ്രാമീണ മേഖലയിൽ പാർട്ടി എത്രത്തോളം ആഴത്തിൽ സ്വാധീനം ഉറപ്പിച്ചുവെന്ന് വ്യക്തമാകും. നൽഗൊണ്ട ജില്ലയിൽ 282 പഞ്ചായത്തുകളിൽ 177 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് സ്വന്തമാക്കി. ഖമ്മം ജില്ലയിൽ 183-ൽ 117, സൂര്യപേട്ടിൽ 181-ൽ 107 സീറ്റുകളും നേടി കോൺഗ്രസ് എതിരാളികളെ നിഷ്പ്രഭമാക്കി. ഖമ്മം ജില്ലയിൽ 183-ൽ 117, സൂര്യപേട്ടിൽ 181-ൽ 107 സീറ്റുകളും നേടി കോൺഗ്രസ് എതിരാളികളെ നിഷ്പ്രഭമാക്കി. കാമറഡ്ഡിയിൽ 197-ൽ 129, ജഗിത്യാലയിൽ 144-ൽ 101 സീറ്റുകൾ കോൺഗ്രസ് അനായാസം നേടിയെടുത്തു. മഞ്ചേരിയലിൽ 114-ൽ 84, വികരബാദിൽ 175-ൽ 89 സീറ്റുകൾ കൈപ്പത്തി അടയാളത്തിന് പിന്നിൽ അണിനിരന്ന സ്ഥാനാർത്ഥികൾ നേടി. നാഗർ കുർനൂളിൽ 151-ൽ 80 സീറ്റുകളിലും കോൺഗ്രസ് പിന്തുണയുള്ളവർ വിജയിച്ചു. മറ്റ് പ്രധാന ജില്ലകളായ യാദാദ്രി ഭുവനഗിരിയിൽ 150-ൽ 71, വാരങ്കലിൽ 117-ൽ 70, ജയശങ്കർ ഭൂപാൽ പള്ളിയിൽ 85-ൽ 50 സീറ്റുകൾ കോൺഗ്രസിനൊപ്പം നിന്നു. ആദിലാബാദിൽ 156-ൽ 51, മേഡക്കിൽ 149-ൽ 56, കരീംനഗറിൽ 113-ൽ 46 സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പാക്കി. രാജന്ന സിരിസില്ലയിൽ 88-ൽ 38, മുളുഗുവിൽ 52-ൽ 33 സീറ്റുകൾ നേടി കോൺഗ്രസ് തങ്ങളുടെ ആധിപത്യം തുടർന്നു. ഈ ജില്ലകളെല്ലാം തൂത്തുവാരിയത് കൂടാതെ മറ്റ് പലയിടങ്ങളിലും ശക്തമായ ലീഡ് നിലനിർത്താനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ തെലങ്കാനയുടെ ഭൂപ്രകൃതി തന്നെ ഇപ്പോൾ കോൺഗ്രസ് അനുകൂലമായി മാറിയിരിക്കുകയാണ്. ആകെ 10,278 പഞ്ചായത്തുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 7,500-ലധികം ഇടങ്ങളിൽ കോൺഗ്രസ് ഔദ്യോഗികമായി വിജയിച്ചു. ഇതിനു പുറമെ 800-ലധികം ഇടങ്ങളിൽ കോൺഗ്രസ് വിമതന്മാരാണ് ജയിച്ചു കയറിയത്. ഇവരെല്ലാവരും ഇപ്പോൾ പാർട്ടിക്കൊപ്പം നിൽക്കുന്നതോടെ ആകെ വിജയശതമാനം 66-ലേക്ക് ഉയർന്നു. രണ്ടാമതെത്തിയ ഭാരത് രാഷ്ട്ര സമിതി 3,500-ലധികം പഞ്ചായത്തുകളിൽ ഒതുങ്ങിയപ്പോൾ BJPക്ക് വെറും 700-ഓളം സീറ്റുകൾ മാത്രമാണ് നേടാനായത്. നഗരപ്രദേശങ്ങളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടി എന്ന പേരുദോഷം മാറ്റാൻ ശ്രമിച്ച BJPക്ക് ഗ്രാമീണ മേഖലയിലെ ഈ ബാലറ്റ് പോരാട്ടത്തിൽ വലിയ പരിക്കേറ്റു. 2019-ൽ 100 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന അവർക്ക് നില മെച്ചപ്പെടുത്താനായെങ്കിലും കോൺഗ്രസ് ഉയർത്തിയ വെല്ലുവിളിക്ക് മുന്നിൽ അവർക്ക് ഉത്തരമില്ലായിരുന്നു. ഈ വിജയം കഴിഞ്ഞ 2 വർഷത്തെ ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. 2029-ലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഈ ഫലം പാർട്ടിയെ സഹായിക്കും. യഥാർത്ഥത്തിൽ നിയമസഭയുടെ കാലാവധി 2028-ൽ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി 2029-നെ കുറിച്ച് പരാമർശിച്ചത് ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്ന നീക്കത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനിടയിൽ സംവരണ വിഷയത്തിലും സർക്കാർ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് 42% സംവരണം നൽകാൻ സർക്കാർ ആഗ്രഹിച്ചിരുന്നെങ്കിലും രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കാത്തതിനാൽ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. എങ്കിലും ലഭ്യമായ 29% സംവരണത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ജനവിധി തേടാൻ സർക്കാർ കാണിച്ച ആർജവം ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കി. സാമ്പത്തികമായും ഈ വിജയം തെലങ്കാനയിലെ ഗ്രാമങ്ങൾക്ക് വലിയ ആശ്വാസമാകും. തെരഞ്ഞെടുപ്പ് വൈകിയതിനാൽ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച ഏകദേശം 3000 കോടി രൂപയുടെ ധനകാര്യ കമ്മീഷൻ ഫണ്ട് ഇനി ഗ്രാമങ്ങളുടെ വികസനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികൾ ഇല്ലാത്തതായിരുന്നു ഈ തുക ലഭിക്കുന്നതിന് തടസ്സമായിരുന്നത്. എന്നാൽ ഇനി സർപഞ്ചുമാരും വാർഡ് മെമ്പർമാരും സ്ഥാനമേൽക്കുന്നതോടെ ഈ തുക വികസന പ്രവർത്തനങ്ങളിലേക്ക് എത്തും. നിലവിൽ സർപഞ്ച് സ്ഥാനങ്ങളിലേക്കാണ് രാഷ്ട്രീയ ചിഹ്നമില്ലാതെ ബാലറ്റിൽ വോട്ടെടുപ്പ് നടന്നത്. അടുത്ത ഘട്ടമായി വരാനിരിക്കുന്ന മണ്ഡൽ പരിഷത്ത്, ജില്ലാ
പരിഷത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കും നടക്കുക. ബാലറ്റ് പേപ്പറിലൂടെയുള്ള ഈ ജനവിധി നൽകുന്ന ആത്മവിശ്വാസം വരാനിരിക്കുന്ന പോരാട്ടങ്ങളിലും പ്രതിഫലിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. വോട്ടിംഗ് മെഷീനുകളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ജനങ്ങൾ നേരിട്ട് ബാലറ്റിൽ രേഖപ്പെടുത്തിയ ഓരോ വോട്ടും കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയത്തെക്കാൾ ഉപരിയായി ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെയും മെഷീൻ മാജിക്കുകളെയും ജനകീയ ബാലറ്റിലൂടെ മറികടക്കാമെന്ന് തെലങ്കാന ഭാരതത്തിന് കാട്ടിക്കൊടുക്കുന്നു.